അതെ സ്ട്രൈറ്റ്. പ്രിയപ്പെട്ടവർ, ഇന്നൊരു പ്രത്യേകതരം ബ്ലോഗാട്ടോ. ബഹ്റിനിൽ തന്നെ ഏറ്റവും വലിയ നോമ്പ് തുറയായ ബഹ്റൈൻ KMCC നടത്തുന്ന ഗ്രാൻഡ് ഇഫ്താറുടെ നോമ്പ് തുറയിലാണ് ഞാനുള്ളത്. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഗ്രാൻഡ് ഇഫ്താറിൻ്റെ വോളണ്ടിയർ വിങ്ങിൻ്റെ കൺവീനറായിട്ടുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൂടാതെ തന്നെ ഒരുപാട് വോളണ്ടിയേഴ്സുമാർ ഇതിൽ ഇന്നലെ രാത്രി മുതൽ പ്രവർത്തിച്ചുകൊണ്ട് ഏകദേശം ഒരു 1000-അടുത്തോളം ടേബിളുകളും ചെയറുകളും ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങൾ ഈ നിമിഷം വരെ വരുന്ന അതിഥികളെ സ്വീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4:30 ആയിട്ടുള്ള. ഇനി നമുക്ക് 2 മണിക്കൂറിനകത്ത് ഈ കാണുന്ന ഗസാലുകളിൽ മുഴുവനും ബഹ്റൈനിലുള്ള 10,000 കണക്കിന് മലയാളികൾ, കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ ഇവിടെ വന്നിട്ട് ഒരുമിക്കുന്ന ഒരു സമയം. ആ ഒരു മുഹൂർത്തത്തിലാണ് ഞാനുള്ളത്. എന്താണ് സിദ്ദീഖ് സാഹിബ്, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം ഒരാഴ്ചയായി തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 1000 ടേബിൾ നമ്മളിവിടെ നിരത്തിയിട്ടുണ്ട്. അതുപോലെ 10,000 കസേരകൾ. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ കുറേ ആൾക്കാരെ സ്റ്റാൻഡ് ബൈയിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. വരുന്ന മുഴുവൻ അതിഥികളെയും നമ്മൾ ഈ ഗ്രൗണ്ടിനകത്തേക്ക് ഇരുത്താനുള്ളൊരു സംവിധാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു നോമ്പ് തുറ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ആയിട്ട് തരംതിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തേക്ക് ലേഡീസും മറ്റൊരു ഭാഗത്തേക്ക് മെൻസുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 1000-ൽ ഏകദേശം ഒരു 700-ഓളം കസാലകളും മറ്റേ ബെഞ്ചും മെൻസിനും ബാക്കി ഒരു ഏകദേശം ഒരു 300-400-ഓളം ടേബിളുകളാണ് ലേഡീസിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുഡ് പാകകൾ വന്നിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നത് നേരത്തെ നമുക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരെ മറിച്ചിട്ട് ബോക്സ് ടൈപ്പായിട്ടാണ് വരുന്നത്. ഈ ഒരു ബോക്സ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ച് കഴിഞ്ഞ് ഏതായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇവിടെ 400-ഓളം വോളണ്ടിയേഴ്സ് നിന്നിട്ടാണ് ഈ ഒരു ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബോക്സും ഓരോ കമ്പനികളുടെ സ്പോൺസറാണ്. ഇത് പാനേഷ്യ ഒരു റെസ്റ്റോറൻറ്റാണ്. പിന്നെ STC എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മൊബൈൽ കമ്പനികൾ, അങ്ങനെ പലതരം സ്പോൺസർമാരുടെ ഫുഡുകളാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന എല്ലാ ഭക്ഷണം, അതായത് 10,000 ഭക്ഷണ കിറ്റുകൾ അത് ലോഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറിനകത്തേക്ക് ഈ ഒരു ഫുഡ് മുഴുവനും ആ മുമ്പിൽ കാണുന്ന ടേബിളിലേക്ക് സർവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിട്ടാണ് ഇവിടെയുള്ള വോളണ്ടിയേഴ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വോളണ്ടിയേഴ്സും നോമ്പ് എടുത്തിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നില്ല കൊടുക്കണ്ടേ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒന്നും കേൾക്കില്ല. കാരണം ഒന്നാമത് ഇവിടുത്തെ അനൗൺസ്മെൻറ്റിൽ ബൈക്കിൽ ഭയങ്കര സൗണ്ടാണ്. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളണ്ടിയേഴ്സ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഈ ഒരു ബഹളത്തിനിടയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അപ്പോൾ കാഴ്ചകൾ എന്തായാലും കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടുത്തെ ഫുഡ് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ സാധനമാണ് നേരെ ടേബിളിലേക്ക് എത്തുക. ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരികയാണ്. അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം. ഓരോ വണ്ടിക്കും ഒരു പാസേജ് ഫ്രീയാക്കി കൊടുക്കുക. അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാം. വന്നവരെ മുഴുവൻ ഈ കാണുന്ന എല്ലാം ഫീമെയിൽ ആയിട്ടുള്ള വോളണ്ടിയർ വിങ് കേട്ടോ. അതായത് മെൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സും ഫീമെയിലിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം ഈ ബഹ്റൈൻ KMCCൻ്റെ വോളണ്ടിയർ വിങ്ങിൻ്റെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളാണ്. സജീവമായിക്കൊണ്ട് തന്നെ 2 ദിവസമായിട്ട് സജീവമായിട്ട് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. നോമ്പ് എടുത്തിട്ട് ഇപ്പോഴത്തെ ചൂട് നോക്കി കഴിഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഇവർ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന വഴിയിൽ ആളുകൾ
ഒരുവിധപ്പെട്ട ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇന്ത്യൻ അംബാസഡർ, ബഹ്റൈൻ്റെ ഒരു മിനിസ്റ്റർ, MP ഉൾപ്പെടെ വിശിഷ്ട അതിഥികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ സ്വീകരിക്കാനുള്ള സ്റ്റേജും അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. സംസ്ഥാന നേതാവ് ബഹ്റൈൻ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് ഇരിക്കുന്നത്. അതിലെ പ്രധാന ഭാരവാഹികളൊക്കെ വരുന്ന അതിഥികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ക്ഷണം സ്വീകരിച്ച് വരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇപ്പം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതിഥികളെ ഈ സദസ്സിലേക്ക് വരാൻ സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭയങ്കര ബഹളമായതുകൊണ്ട് സംസാരിച്ചാലൊന്നും കേൾക്കൂല. റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഈ പ്രധാന വഴിയിൽ നിന്നും ആളുകൾ മാറ്റി നിർത്തുകയും വന്നുകൊണ്ടിരിക്കുന്ന അതിഥികൾക്ക് സൗകര്യം നൽകുവാൻ റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട് അങ്ങാടിയിൽ ഒരു സമ്മേളനം നടക്കുന്നതിൻ്റെ തുല്യമായിക്കൊണ്ടാണ് ഇവിടെയുള്ള ആളുകളും അതിൻ്റെ ഒരുക്കണം. വിശ്വാസി ഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ വിസ്മയം തീർക്കാൻ സർവശക്തൻ കനിഞ്ചേലിയ വിശുദ്ധിയുടെ മനോഹരമായ നാളുകൾ അപശക്തികൾ കൊണ്ട് മലീമസ്തമായ പൊതുലോകത്ത് മാനവിക ഹൃദയങ്ങൾക്ക് ഒത്തൊരുമയുടെ ഈണം പകർന്നു നൽകാൻ KMCC ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ഇഫ്താറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വർഷത്തെ ഗ്രാൻഡ് ഇഫ്താറായിട്ട് ബന്ധപ്പെട്ട് വളരെ വിപുലമായിട്ട് തന്നെ, വളരെ പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ വളണ്ടിയേഴ്സ് വിങ്ങിന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ കൗണ്ടറിലും പ്രത്യേകം വളണ്ടിയർമാരെ കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ വരുന്ന അതിഥികളെ സ്വീകരിക്കാനായിട്ട് അവരെല്ലാവരും സജ്ജമാണ്. മതസൗഹാർദ്ദത്തിന്റെ പര്യായവും മലയാളത്തിന്റെ സുഗന്ധവുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളുടെയും ഹരിതരാഷ്ട്രീയത്തിന്റെ നായകൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും സാന്നിധ്യം പരിപാടിയുടെ മികവ് കൂട്ടി. ഒരുക്കങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുന്നു, വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പറയും 10,000-ൽ കൂടുതൽ ആൾ എന്തായാലും ഈ സ്പോർട്സ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനം എന്ന പേരിൽ നിർവ്വഹണം നടത്തിയ ഞാൻ അകത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു നിമിഷമാകുമ്പോഴേക്കും കൂടെ എത്തി തുടങ്ങി കേട്ടോ. ഇവിടെ അറബ് മീഡിയ മുതൽ ഇത് ഈ ഒരു ഇഫ്താർ മീറ്റ് വിഷ്വൽസ് ചെയ്യാൻ ബഹ്റൈനിലെ പ്രമുഖ അറബ് മീഡിയ, ഇവിടുത്തെ ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസർ മുതൽ എല്ലാ ആളുകളും ഇതിനകത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു മീഡിയ ആണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തായിരക്കണക്കിന് മലയാളി സമൂഹങ്ങൾ, അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, 14 ജില്ലയിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവരൊക്കെ ഒന്ന് നേരിൽ കാണാനും പരസ്പരം ഒന്ന് മിണ്ടുവാനും സംസാരിക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഈ ഒരു ഇഫ്താറിലൂടെ ഈ ബഹ്റൈൻ KMCC സംഘടിപ്പിച്ചിട്ടുള്ളൂ എന്നതാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബോക്സും തുറന്നു നോക്കും എന്തൊക്കെയാണ് നോക്കാം. ഇഫ്താർ ബോക്സിൽ വരുന്നത് ചെറിയൊരു ബോക്സിനകത്ത് ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല, ഫ്രൂട്ട്സ്, ബിരിയാണി, ഈത്തപ്പഴം, വെള്ളം, അച്ചാർ, ജ്യൂസ്
ഇതുപോലുള്ള വിവിധ സ്പോൺസർഷിപ്പ് നൽകിയിട്ടുള്ള കമ്പനികളുടെ ഫുഡുകളാണ് ഇതിലേക്ക് സർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുൾ സിറ്റിയുടെ ഒന്നുണ്ട്, പാൻ ഏഷ്യ മുതൽ വേറെ KMCCക്ക് ഏതെല്ലാം കമ്മിറ്റികൾക്ക് ഫുഡുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ ആ ഒരു ഫുഡുകളൊക്കെ വിതരണം ചെയ്യും. അവിടെ പെണ്ണെത്തിയിരുന്നവരില്ലെന്ന് പറഞ്ഞ നേരെ പുറത്തേക്ക് നേരെ പുറത്തേക്കാണ് നേരെ പോയാൽ കുറച്ചും കൂടി വേണ്ടി അങ്ങോട്ട് കേൾക്കട്ടെ. Pukari Sui, Shifa Al Jazeera Hospital and Medical Salon, Zayani Motors, Better Food, Alpha, STC, I just came to say hello. You have to give a speech. We are now about to begin our official function. بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا മിനിസ്റ്റേഴ്സ്, MP, ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു കാഴ്ച കേട്ടോ. As our dignitaries make their way onto the ground, let us reflect on the blessings of this holy month of Ramadan. Ramadan Mubarak. I pray that this blessed month of Ramadan will bring peace and harmony in our society. Ramadan epitomizes reflection, gratitude. Allahu Akbar, Allahu Akbar. Ashhadu an la ilaha illallah. Ashhadu an la ilaha illallah. Ashhadu anna Muhammadan Rasulullah. Ashhadu anna Muhammadan Rasulullah. Hayya 'alas salah. Hayya 'alas salah. Hayya 'alal falah. Hayya 'alal falah. Allahu Akbar, Allahu Akbar.
ഏകദേശം 10,000 ആളുകൾക്ക് നോമ്പ് തുറ സംഘടിപ്പിച്ച് വാങ്ങിക്കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാട്ടോ. വിചാരിച്ച സമയത്ത് തന്നെ മുഴുവൻ വോളണ്ടിയേഴ്സും എന്താ പറയുക സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്ക് എത്തിച്ചാൽ കൊടുക്കാൻ പറ്റിയെന്നാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഒരു വെള്ളം പുരുഷന്മാർക്കും ജാഷന്മാർക്കും ഓഡിറ്റോറിയത്തിന് സമീപത്ത് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാത്തവർ നിസ്കരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ കണ്ട ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ പുറത്തും കുറേ ആളുകൾ നോമ്പ് തുറക്കാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കട്ടെ. പുരുഷന്മാർക്കും പ്രവേശിച്ചാൽ വാഷ്റൂം കാണാവുന്നതാണ്. ഇതെന്താ പറയുക ഗൾഫ് രാജ്യത്ത് പ്രവാസ സംഘടനകൾ ഇതിലും വലിയൊരു ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമായിരിക്കും കേട്ടോ. ഏകദേശം 10,000-ൽ കൂടുതൽ ആളുകൾ ഉള്ളിലും പുറത്തുമായിട്ട് ഇഫ്താറിന് സൗകര്യം ഒരുക്കി വന്ന ആളുകൾക്കെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ KMCC എന്ന സംഘടന നമുക്ക് ഇത് ഒരുക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് മതിയാവും. കാരണം ഞാനൊരു 3 മണി മുതൽ ഏകദേശം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയം വരെ ഇവിടെ ഉണ്ട്. ഈ സമയങ്ങളിലെല്ലാം വന്ന ആളുകൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും അതുകൂടാതെ കൂടുതൽ വന്ന ആളുകൾക്ക് എമർജൻസി ആയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്ത് ഇതുപോലെ പുറത്തിരുത്തി വന്ന എല്ലാവരെയും നോമ്പ് ഇഫ്താർ സംഘടിപ്പിക്കുവാൻ KMCCക്ക് സാധിച്ചു എന്നത് വലിയ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെയുണ്ട് KMCCയുടെ ഇഫ്താർ? നിങ്ങളുടെ നാട്ടിലെവിടെയാ സ്ഥലം? എല്ലാം കാസർഗോഡ്. എത്ര മണിക്കോടെ എത്തിയിരുന്നു? 5 മണിക്ക് എത്തിയപ്പോൾ സീറ്റ് കിട്ടി. ഏകദേശം 10,000-ൽ കൂടുതൽ ആളുകൾ മലയാളികൾ ബംഗ്ലാദേശ് ഉൾപ്പെടെ വിവിധ ആളുകൾ പങ്കെടുപ്പിച്ചു. എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. എന്തായാലും ഹാപ്പി അല്ലേ? പക്ഷേ അത് അടുത്ത ഇഫ്താറിൽ കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഇഫ്താർ മീറ്റ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ ഇഫ്താർ മീറ്റിന് വേണ്ടി കുറേ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വോളണ്ടിയേഴ്സിൽപ്പെട്ട ആളുകളാണ് ഇവരോട്. നമുക്ക് ഇവരോട് എന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇഫ്താർ മീറ്റും കാര്യങ്ങളൊക്കെ? ചരിത്ര സംഭവം. ഓരോ പ്രാവശ്യവും ആളുകളായിട്ട് ഇങ്ങനെ കൂടി വരികയാണ്. ഓരോ പ്രാവശ്യവും ഇപ്രാവശ്യം ഇവിടെ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ ഗ്രൗണ്ടുകളും അവരുടെ എല്ലാ ഗ്രൗണ്ടുകളും നിറഞ്ഞ് ആളുകൾ എന്നിട്ടും ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ വന്നു സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളെ എളിയ ക്ഷണം ചേരിച്ചുവിടെത്തി എല്ലാവർക്കും വളരെ വരും കാലങ്ങളിലും ഇതുപോലുള്ള കൂടുതൽ സൗകര്യത്തോടു കൂടി ഞങ്ങൾ ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഇവരൊക്കെ സജീവമായിട്ട് ഇവിടെ ഓടിച്ചാടി നടന്ന ആളുകളായിരുന്നു കേട്ടോ. ഇവരൊക്കെ ശരിക്കും നിങ്ങളൊക്കെ നോമ്പ് തുറന്നോ? ടയേർഡായി? ഒന്നാം നിങ്ങളുടെ അവസ്ഥ?
നമ്മൾ അതിഥികൾക്കാണല്ലോ പ്രാധാന്യം. നമ്മൾ നോമ്പ് തുറക്കില്ല, നമ്മൾക്ക് ഒരു ബോട്ടിൽ വെള്ളം മാത്രം, ഒരു കച്ചു ഈത്തപ്പഴം മാത്രം മതി. നമ്മൾക്ക് എന്തായാലും ബഹ്റൈൻ KMCCയും അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം അറിയോ, ഒരു 10,000 എന്ന് വിചാരിച്ചതിൽ നിന്ന് 12,000-ഓളം ആളുകൾക്ക് ഒന്നിച്ച് ഒരേ സമയം ഇഫ്താർ ഒരുക്കുകയും അതിനുവേണ്ടി സഹകരിച്ചിട്ട് തന്നെ ഈ കാണുന്ന തിരക്ക്. കാരണം ഇപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും ഈ തടിച്ച് കൂടിയിട്ടുള്ള ആളുകൾ ഇവിടെ വിട്ട് പോയിട്ടില്ല. കാരണം എല്ലാവരും ഒന്ന് ഒന്നിക്കാനും കൂടുവാനും സംസാരിക്കുവാനൊക്കെ ഒരു അവസരം ഒരുക്കി കൊടുത്തു. ബഹ്റൈൻ KMCCയുടെ ഗ്രാൻഡ് ഇഫ്താറിന് എത്തിച്ചേർന്ന ബഹ്റൈനിലെ ആയിരക്കണക്കിനായ ആളുകൾക്കുള്ള KMCCയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു മനുഷ്യ മഹാസാഗരമായിരുന്നു ഇവിടെ ആ സമയത്ത് ഓടിയെത്തിയത്. നിങ്ങളെല്ലാവരെയും വേണ്ട പോലെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സ്നേഹത്തിനും ഈ സഹകരണത്തിനും നന്ദി അറിയിച്ചു.